Good morning, my dear students. Welcome to my class. Yes. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ കണ്ടായിരുന്നു. ഈ എന്താ പറയുന്ന ഈ ടൈപ്സ് ഓഫ് മാപ്പിന്റെ ഒരു വീഡിയോ കണ്ടായിരുന്നു. അപ്പം ഈ എന്താ പറയുന്ന യെസ്, അപ്പം ടൈപ്സ് ഓഫ് മാപ്പിന്റെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ടൈപ്സ് ഓഫ് മാപ്പിന്റെ ഫസ്റ്റ്, അതായത് ഫിസിക്കൽ മാപ്പ്, പൊളിറ്റിക്കൽ മാപ്പ്, ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അതിന്റെ ബേസിക് കോൺസെപ്റ്റ് എന്താന്ന് പറഞ്ഞു വന്നു. അപ്പം അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉള്ളവർ ചോദിക്കുക. അപ്പൊ നിങ്ങൾ ഡൗട്ട്സ് ചോദിച്ചാൽ മാത്രമേ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാൻ പറ്റത്തുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, നമുക്ക് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാം. കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ചെയ്യാം. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ കോഴ്സ് ഏതാണ്ട് പരിപൂർണമായിട്ട് ഓൺലൈനായിട്ട് തന്നെ പോകേണ്ടി വരും തോന്നുന്നു. അപ്പൊ ബി സീരിയസ്. അത്ര ചെറിയ വീഡിയോ 10-12 മിനിറ്റ്. ഇപ്പൊ ഞാൻ നിങ്ങളെ ഡിമാൻഡ് ചെയ്തപ്പോ മലയാളത്തിൽ വേണം എന്ന് പറഞ്ഞപ്പോ ഞാൻ മലയാളത്തിൽ പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇംഗ്ലീഷിൽ അതിഭയങ്കരനായ ആളൊന്നുമല്ല. ഇംഗ്ലീഷ് എനിക്ക്, നിങ്ങൾക്ക് അറിയുന്നത്ര ഇംഗ്ലീഷ് തന്നെ എനിക്കും അറിയത്തുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇംഗ്ലീഷ് പ്രസന്റ് ചെയ്തു. ഒരു ഓൺലൈനിൽ ഒരു വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഇംഗ്ലീഷിൽ ഇടാലോ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഇട്ടത്. അല്ലാതെ അതിൽ വേറെ കാരണമൊന്നുമില്ല. മാപ്പിന്റെ പേരുകളൊക്കെ പഠിക്കുക, പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു കാര്യങ്ങളൊക്കെ, കോഴ്സിന്റെ കാര്യങ്ങൾ, കോഴ്സിന്റെ ഏകദേശം എന്താണ് ഔട്ട്കം എന്നൊക്കെ ഉദ്ദേശിക്കുന്നതെല്ലാം പറഞ്ഞായിരുന്നു. ഇനി നിങ്ങളുടെ കയ്യിലാണ്. ഞാൻ വീഡിയോസ് തരുന്നുണ്ട്, നോട്ട്സ് മിക്കവാറും ഞാൻ തരും. വൈകാതെ ഒരു ദിവസം വൈകാതെ നോട്ട്സിന്റെ ഏകദേശ സംഭവങ്ങളൊക്കെ റെഡിയായി കഴിഞ്ഞു. അപ്പൊ ഇനി നോട്ട്സ് ഇനിയിപ്പോ അധികം വൈകില്ല. അപ്പം നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാമായിരുന്നു. അപ്പൊ മാപ്പ് ടൈപ്സ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാപ്പ്, സെക്കൻഡ് പാർട്ട്. അപ്പം ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ടൈപ്പ് മാപ്പ് എന്ന് പറയുന്നത് ടോപ്പോഗ്രഫിക്കൽ മാപ്പാണ്. ടോപ്പോഗ്രഫിക്കൽ മാപ്പ്, കോണ്ടൂർ മാപ്പ് എന്ന് പറയുന്ന കാര്യം, കോണ്ടൂർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പൊ തേർഡ് ഇയർ ഇരിക്കുന്ന TTM സ്റ്റുഡൻസിന് കൃത്യമായിട്ട് നമ്മൾ ക്ലാസ്സിൽ ടോപ്പോ ഷീറ്റ് വെച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ബെഞ്ചിലും ഓരോന്ന് വെച്ച് തന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തതെന്ന് പറഞ്ഞ ഇപ്പൊ ബികോമിലെ സ്റ്റാറ്റിസ്റ്റിക്സിലെ കന്നഡയിലെ ആ 4 സ്റ്റുഡൻസ് ഒഴിച്ച് ബാക്കി എല്ലാവരും ടോപ്പോഗ്രഫിക്കൽ മാപ്പ് കണ്ടിട്ടുണ്ട്. അതിൽ കൂടുതൽ അതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻസ് ഒന്നും ആവശ്യമില്ല. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ടൈപ്പ് നോക്കാം. അപ്പൊ അതിലെ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് കോറോപ്ലത്ത് മാപ്പ്, ദെൻ കോറോക്രോമാറ്റിക് മാപ്പ്, ദെൻ കോറോസ്കിമാറ്റിക് മാപ്പ്, ദെൻ ഡോട്ട് ഡിസ്ട്രിബ്യൂഷൻ മാപ്പ്. ഡിസ്ട്രിബ്യൂഷൻ മാപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി അപ്പുറത്തെ ആ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞായിരുന്നു. ദെൻ കാർട്ടോഗ്രാം എന്ന് പറയുന്നത് എക്സ്പ്ലനേഷൻ, ദെൻ കാഡസ്ട്രൽ മാപ്പ് എന്ന് പറയുന്ന സംഭവം, പിന്നെ ടോപ്പോഗ്രഫിക്കൽ മാപ്പ്, കോണ്ടൂർ ലൈൻ. ഫൈൻ. അപ്പൊ ഇതിന്റെ ഒന്ന് എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കിയേക്കാം. അപ്പൊ യെസ്, അപ്പൊ കോറോപ്ലത്ത് മാപ്പ് ഫ്രം അത് ഞാൻ വിക്കിപീഡിയയിൽ തന്നെ കോപ്പി ചെയ്തതാണ്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഈസ് എ ടൈപ്പ് ഓഫ് തീമാറ്റിക് മാപ്പ് ഇൻ വിച്ച് ഏരിയാസ് ആർ ഷെയ്ഡഡ് ഓർ pattern in proportion to a statistical variable that represents an aggregate summary of geographic characteristics within each area such as population density or per capita income. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതായത് ഒരു പർട്ടിക്കുലർ എന്താ പറയാ, ഒരു നമ്മൾ എന്താണോ മാപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഡിഫറെന്റ് കളറിൽ എന്താ പറയാ ഒരു മാപ്പിൽ കാണിക്കാം. ഫൈൻ. ഡിഫറെന്റ് കളറില്ല, ഒരേ കളറിന്റെ ഡിഫറെന്റ് ഷെയ്ഡ്. ഫൈൻ. ഒരേ കളറിന്റെ തന്നെ ഡിഫറെന്റ് ഷെയ്ഡ്. അപ്പൊ ഒന്നുകൂടെ, കോറോപ്ലത്ത് മാപ്പ് ഈസ് എ ടൈപ്പ് ഓഫ് തീമാറ്റിക് മാപ്പ് ഇൻ വിച്ച് ഏരിയാസ് ആർ ഷെയ്ഡഡ് or patterned in proportion to a statistical variable that represent an aggregate summary of a geographic characteristics within each area such as population density or per capita income. അപ്പൊ ഇത് നോക്ക്, നിങ്ങൾ ഈ മാപ്പ് കാണാം. ഇപ്പൊ ഈ നീലയുടെ ഡിഫറെന്റ് ഷെയ്ഡ് കേട്ടോ. അപ്പൊ അതില് ഈ വെള്ള എന്ന് പറയുമ്പോൾ ഏറ്റവും കുറവ്. അപ്പൊ ഇതിൽ എന്താണ്, നമ്മൾ ഈ മാപ്പിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു കളർ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് അതിന്റെ ഡെൻസിറ്റി കൂടുന്നതനുസരിച്ച്, അതായത് കളറിന്റെ തിക്നെസ് മാറുന്നതനുസരിച്ച് അതിൽ എന്താണ് വ്യത്യാസം വരുന്നത്. അപ്പം ഈ മാപ്പ് എന്താണ്, പെർസെന്റേജ് ഓഫ് റൂറൽ പോപ്പുലേഷൻ ഇൻ പോവർട്ടി ഫോർ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അപ്പം മറ്റേ അമേരിക്കയുടെ എന്താ പറയുന്ന ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന ആളുകളുടെ എന്താ അതിന്റെ പോവർട്ടി റേഷ്യോ ആണ്. അപ്പൊ അതിൽ ഏറ്റവും എന്താ പറയാ പെർസെന്റേജ് എത്രയാണ്, അപ്പൊ അതിൽ ഏറ്റവും ഡാർക്ക് ആയിട്ടുള്ളത് കൂടുതലും
അതിന്റെ ആ കളറ്, അതിന്റെ ഒരു ആ ഡിഫറെന്റ് കളർ ഏറ്റവും എന്താ പറയാ ഒരു ടൈപ്പ് എന്താ പറയാ ഒരു ആഷ് കളർ കൊടുത്തിരിക്കുന്നത് ഏറ്റവും കുറവ്. അതായത് ഒരു കളർ തന്നെ അതിന്റെ തിക്നെസ് മാറുന്നതനുസരിച്ച് അതിന്റെ ഏറ്റവും ഹൈ നന്നായിട്ട് മാർക്ക് ചെയ്തത് കൂടുതലുള്ളത്, മറ്റേത് കുറവുള്ളത്, എങ്ങനെയാണോ ആവശ്യമുള്ളത് അങ്ങനെ കേട്ടോ. Then chorochromatic map. A chorochromatic map, also known as area class or qualitative area map, is a type of thematic map that portray regions of categorical or nominal data using variation in color symbol. അപ്പം നമ്മൾ ഇതിന്റെ വ്യത്യാസം chorochromatic map, also known as an area class or qualitative area maps, is a type of thematic map that portray regions of categorical or nominal data using variations in color symbol. അപ്പൊ ഇതിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താണ് ഈ അല്ലെങ്കിൽ chorochromatic മാപ്പിന്റെ വ്യത്യാസം എന്താന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നോക്ക്, ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഡിഫറെന്റ് കളേഴ്സ് റെപ്രസെന്റ് ഡിഫറെന്റ് തിങ്സ്. ഫൈൻ, അത്രേ ഉള്ളൂ. അതില് വേറെ വലിയ സംഭവങ്ങളൊന്നുമില്ല. വാട്ടർ റിസോഴ്സ് റീജൻ എന്ന് കാണിക്കുന്നതാണ് സംഭവം. ഇതിലൊരു ലെജൻഡ് മിസ്സിംഗ് ആണ്. അപ്പം ഇത് എന്താ പറയുന്നത്, അതായത് ഒരു കളർ അല്ല, ഡിഫറെന്റ് കളേഴ്സ് റെപ്രസെന്റ് ഡിഫറെന്റ് തിങ്സ്. ഫൈൻ. അപ്പൊ ഇതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്, ഇതിന്റെ നോട്ട്സ് ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ. ദെൻ സ്കീമാറ്റിക് മാപ്പ്. അപ്പൊ ഇതിന്റെ ഞാനൊരു നല്ലൊരു ഈ മാപ്പിന്റെ സ്കീമാറ്റിക് മാപ്പിന്റെ ഒരു കൊള്ളാവുന്ന ഒരു മാപ്പ് നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിനൊരു അത്ര നല്ലൊരു മാപ്പ് എനിക്ക് കിട്ടിയില്ല. അപ്പൊ നമുക്ക് ഇതൊന്ന് നോക്കാം. chorochromatic, the qualitative locational data can be represented by the employment of qualitative point symbols or numerals. This techniques of mapping is called chorochromatic. When symbols are used, the map will give only locational particulars. അതായത് ഇതിപ്പോ എന്താ, അതായത് കോപ്പൻസ് ക്ലൈമറ്റ്, അതെ കോപ്പൻ, അതായത് നമ്മുടെ മലയാളത്തിലെ കോപ്പല്ല, കോപ്പൻ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു മീറ്ററോളജിസ്റ്റ് ആണ്. ഈ ക്ലൈമറ്റിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സയന്റിസ്റ്റ് ആണ്. അപ്പൊ അയാളുടെ ക്ലൈമാറ്റിക് ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പൊ ഇത് എന്താ കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഓരോ ഭാഗത്തും ഏതൊക്കെ ടൈപ്പ് ക്ലൈമറ്റ് ആണ് എന്നുള്ളതാണ്. ഈ AF എന്നൊക്കെ പറയുന്നത് പുള്ളി ഈ ക്ലൈമറ്റ്, ഇപ്പൊ നമ്മൾ ട്രോപ്പിക്കൽ ക്ലൈമറ്റ്, കൂൾ ക്ലൈമറ്റ് എന്നൊക്കെ പറയുന്നത് അതിന്റെ ഒരു കോഡാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഓരോ സ്ഥലത്തും ഏത് ക്ലൈമറ്റ് ആണ് എന്ന് കാണിക്കുന്ന ഒരു ഡിഫറെന്റ് കളർ വേരിയേഷൻ കാണിക്കുന്ന ഒരു സിമ്പിൾ, ഒരു മാപ്പ്. ഇതിന് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഗൂഗിൾ മാപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നോക്കും, സാധാരണ നമ്മുടെ പൊളിറ്റിക്കൽ മാപ്പിൽ നോക്കുമ്പോൾ അതിലിങ്ങനെ ഇപ്പൊ ചർച്ചുള്ള സ്ഥലത്ത് ഒരു ചെറിയ ക്രോസ് കുരിശിന്റെ സിമ്പിൾ ഉണ്ടാവും. മോസ്ക് ആണെങ്കിൽ ഇങ്ങനെ ഒരു ചന്ദ്രക്കല അങ്ങനെ എന്തെങ്കിലും ഒരു സിമ്പിൾ ഉണ്ടാവും. ടെമ്പിൾ ആണെങ്കിൽ ഒരു ഓം എന്ന് പറഞ്ഞൊരു സിമ്പിൾ ഉണ്ടാവും. അങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന സിംബോളിക് ആയിട്ട് ഓരോ കാര്യങ്ങൾ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സെറ്റപ്പ്, ആ ഒരു സ്കീമിനെയാണ് സ്കീമാറ്റിക് എന്ന് മാപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഡെഫിനിഷൻ ഇങ്ങനെ പഠിക്കുക, ഇങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഫൈൻ. ദെൻ ഡോട്ട് ഡിസ്ട്രിബ്യൂഷൻ മാപ്പ്. അപ്പൊ ഈ ഡോട്ട് ഡിസ്ട്രിബ്യൂഷൻ മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: എ ഡോട്ട് ഡിസ്ട്രിബ്യൂഷൻ മാപ്പ് ഓർ ഡോട്ട് ഡെൻസിറ്റി മാപ്പ് ഈസ് എ മാപ്പ് ടൈപ്പ് ദാറ്റ് യൂസസ് എ ഡോട്ട് സിംബൽ ടു ഷോ ദി presence of a feature or a phenomena. Dot maps rely on visual scatter to show spatial pattern. അപ്പം ഈ ജോഗ്രഫി അല്ലെങ്കിൽ കാർട്ടോഗ്രഫി എന്ന് പറയുന്നത് നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്നത് സ്പേഷ്യൽ പ്രോസസ്, സ്പേഷ്യൽ പാറ്റേൺ. സ്പേഷ്യൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അബൌട്ട് സ്പേസ്. സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഔട്ടർ സ്പേസ് അല്ല, ഭൂമിക്ക് അപ്പുറത്തുള്ള സംഭവമല്ല, നമ്മളിപ്പോ നിൽക്കുന്ന ഈ സ്പേസ് കേട്ടോ. അപ്പൊ ഈ സ്പേഷ്യൽ പാറ്റേൺ, അപ്പൊ ഉദാഹരണത്തിന് ഒരു സ്ഥലത്തെ എന്താ പറയാ പോപ്പുലേഷൻ ഡെൻസിറ്റി, അപ്പൊ അത് ഡോട്ടിന്റെ സഹായത്താൽ കാണിക്കുന്നത്. ഇപ്പൊ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഒരു എന്താ പറയാ പോപ്പുലേഷൻ ഡെൻസിറ്റി കാണിക്കുന്ന ഒരു മാപ്പാണിത്. അപ്പൊ ഇതില് എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റേ ഇതില് കളർ വേരിയന്റ് കൂടെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് മാത്രം. ഫൈൻ. അപ്പൊ ഇതിൽ ഇത്രേ ഉള്ളൂ, മനസ്സിലാക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഇതില് ഈ ഹയസ്റ്റ് ഡോട്ട്സ് കൂടുതൽ, അവിടെ ഡെൻസിറ്റി കൂടുതലാണ് അല്ലെങ്കിൽ അവിടെ പോപ്പുലേഷൻ കൂടുതലാണ്. ഫൈൻ. ഇപ്പൊ ഇതിലൊരു ഇൻഡെക്സോ അല്ലെങ്കിൽ ഞാനൊരു മാപ്പ്, നല്ലൊരു മാപ്പ് നോക്കി എനിക്ക് അങ്ങനെ കിട്ടിയില്ല. ഒരു ഇൻഡെക്സോ അല്ലെങ്കിൽ ഒരു ഹെഡിങ്ങോ ഇല്ല. അതായത് ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയതാണ്.
ഇത് എവിടെയാണോ ഈ ഡോട്ട്സ് കൂടുതലുള്ളത് അവിടെ ആ എന്ത് ഫിനോമിനയാണ്, ഇപ്പൊ വെജിറ്റേഷൻ ആയിക്കോട്ടെ, അങ്ങനെ എന്താണോ അവിടെ അത് കൂടുതലായിരിക്കും. അപ്പൊ ഇപ്പൊ ഇതിൽ 2 കളറുള്ള ഡോട്ട്സ് ഉപയോഗിക്കുന്നുണ്ട്, 2 വേരിയബിൾസ് കാണിക്കുന്നു കേട്ടോ ഈ മാപ്പിന്റെ. അത്ര മനസ്സിലാക്കുക. So a dot distribution map or dot density map is a map type that uses a dot symbol to show the presence of feature or a phenomena. Dot maps rely on visual scatter to show the spatial pattern. Fine. Then dot map then അടുത്ത് പറയാൻ പോകുന്നത് കാർട്ടോഗ്രാം എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. അപ്പൊ അതിന്റെ ഒരു ഡെഫിനിഷൻ പറയണേ, a cartogram is a map in which some thematic mapping variable such as travel, time, population or GNP, gross national product ആണെന്ന് തോന്നുന്നു കേട്ടോ, is distributed for land area or distance. The geometry or space of the map is distorted, sometimes extremely, in order to convey the information of this alternate variable. അപ്പം ഇതിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇത് ആ മാപ്പ് എനിക്ക് കുറച്ച് ക്ലിയർ ആയിട്ട് വെക്കാൻ പറ്റിയില്ല. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇപ്പൊ ഇത് വേൾഡ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അപ്പൊ ഇതില് നിങ്ങൾ നോക്കുക, ഇതിലിപ്പോ ഇന്ത്യ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇന്ത്യ ചൈന എന്ന് പറയുന്നത് ഏറ്റവും വലുതായിട്ട് കാണിച്ചിരിക്കുന്നു, എന്നാൽ മറ്റു പല രാജ്യങ്ങളും വളരെ ചെറുതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇന്ത്യയുടെ പോപ്പുലേഷൻ ആണ് കൂടുതൽ. അപ്പൊ പോപ്പുലേഷന്റെ സൈസ് അനുസരിച്ച് ആ ലാൻഡ് വലുതായിട്ട് കാണിച്ചിരിക്കുന്നു. ചൈനയുടെ പോപ്പുലേഷൻ ആണ് കൂടുതൽ, അപ്പൊ ചൈന വലുതായിട്ട് കാണിച്ചിരിക്കുന്നു. അപ്പൊ എന്താണോ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ ഒരു പർട്ടിക്കുലർ സ്പേഷ്യൽ പാർസലിൽ എന്താണോ റെപ്രസെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ സൈസ് അനുസരിച്ച് ആ ലാൻഡ് ഏരിയ കാണിക്കുക, വലുതായിട്ട് കാണിക്കുക അല്ലെങ്കിൽ ചെറുതായിട്ട് കാണിക്കുക കേട്ടോ. അതാണ് ഈ എന്താ പറയുന്ന കാർട്ടോഗ്രാം എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ പ്രധാനമായിട്ട് പറയുന്നത്. ഫൈൻ, ഡെഫിനിഷൻ ഇതാണ്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് എ കാഡസ്ട്രൽ മാപ്പ്. അപ്പം ഈ കാഡസ്ട്രൽ മാപ്പ്, ഇത് പേര് കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടൊന്നും വേണ്ട, ഇതൊന്നുമില്ല, ഇത് പ്രോപ്പർട്ടി മാപ്സ് ആണ്. ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇപ്പൊ കേരളത്തിലോ ഇന്ത്യയിലോ ഇപ്പൊ നിങ്ങൾ ഏത് വില്ലേജ് ഓഫീസിൽ പോയാലും ആ വില്ലേജിന്റെ പ്രോപ്പർട്ടി വൈസ് ഡിസ്ട്രിബ്യൂഷൻ മാപ്പ് ഉണ്ടാവും. ആ ഒരു സെറ്റപ്പിന് പറയുന്ന പേരാണ് കാഡസ്ട്രൽ മാപ്പ്. ഫൈൻ, കാഡസ്ട്രൽ. A cadastry is a comprehensive land recording of the real estate or real property meters and bounds of a country. In most countries, legal system has developed around the original administrative system and use the cadastry to define the dimensions and location of land parcels described in legal documentation. ഇപ്പൊ നമ്മൾ ഈ ലീഗൽ ഡോക്യുമെന്റേഷൻ നമ്മുടെ വീടിന്റെ ആധാരം അല്ലെങ്കിൽ വീടിന്റെ പട്ടയം അങ്ങനെയുള്ള സംഭവങ്ങളുടെ മാപ്പ്. അപ്പൊ ഒരു ആധാരത്തിൽ പറയുന്ന ഇത്ര ഏരിയ, അത് വില്ലേജ് എന്ന് പറഞ്ഞാൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, നമ്മൾ തഹസിൽദാർ, കളക്ടർ എന്നൊക്കെ പറയുന്ന ആ ഒരു ലെവൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ ഓരോ വില്ലേജിലും അല്ലെങ്കിൽ ഓരോ താലൂക്കിലും എത്ര ആളുകൾ, ഏതൊക്കെ ലാൻഡ് ഏരിയ, അപ്പൊ അതിന്റെ മെഷർമെന്റ് അനുസരിച്ചിട്ടുള്ള മാപ്പ്. അപ്പൊ എത്ര പബ്ലിക് സ്പേസ് ഉണ്ട്, എത്ര പ്രൈവറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്, അങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന മാപ്പ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലുള്ള മാപ്പ് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കയ്യിലുള്ള മാപ്പാണ് ഈ കാഡസ്ട്രൽ മാപ്പ് എന്ന് പറയുന്നത്. ഫൈൻ. അപ്പൊ ഇതൊരു എക്സാമ്പിൾ ആണ് കേട്ടോ. ഇത് നമ്പർ, ഇതിന്റെ ഡീറ്റെയിൽസ് അവരവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യ, കേരളം എന്ന് പറയുന്ന രാജ്യങ്ങളൊക്കെ മൂന്നാം ലോക രാജ്യങ്ങളാണ്. ഇതിന്റെയൊക്കെ ഒരു എന്താ പറയാ, കുറെയൊക്കെ വളരെ ലയബിൾ ആയിരിക്കും, പിന്നെയൊക്കെ എന്താ പറയാ കുറെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ദെൻ ടോപ്പോഗ്രഫിക് മാപ്പ് ഓർ ടോപ്പോഷീറ്റ്. അപ്പൊ ഞാനിത് ഓൾറെഡി ഞാൻ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞായിരുന്നു, നമ്മള് ട്രാവൽ ആൻഡ് ടൂറിസം സ്റ്റുഡൻസിന് ക്ലാസ്സിൽ കൊണ്ടുവന്ന് മാപ്പ് വെച്ച് കാണിച്ചിട്ടുണ്ട്, ലൈവ് എക്സാമ്പിൾ. അതായത് ഒരു എന്താ പറയാ, ഇറ്റ്സ് എ ലാർജ് സ്കെയിൽ മാപ്പ് നമുക്ക് പറയാൻ പറ്റും. ഇൻഫർമേഷൻ ഇൻ ലാർജ്, അതായത് ഇന്ത്യയുടെ ഒഫീഷ്യലായിട്ട്, അതായത് ഇന്ത്യയിൽ സർവേ ഓഫ് ഇന്ത്യ, SOI ടോപ്പോഷീറ്റ് എന്നാ പറയുന്നത്, സർവേ ഓഫ് ഇന്ത്യ പബ്ലിഷ് ചെയ്യുന്ന ഒഫീഷ്യൽ ആയിട്ടുള്ള എന്താണ് ഒരു സ്ഥലത്തിന്റെ ടോപ്പോഗ്രഫി, എന്തൊക്കെ ലാൻഡ് ഫോംസ് ആണ് അവിടെ ഉള്ളത്, എന്തൊക്കെ വാട്ടർ ബോഡീസ് ആണ് അവിടെ ഉള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്ന ഒരു സെറ്റപ്പാണ്. അപ്പൊ ഇതിന്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ വായിക്കുകയാണെങ്കിൽ, ടോപ്പോഗ്രഫിക്കൽ മാപ്പ് ഓർ ടോപ്പോഗ്രഫിക്കൽ ഷീറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് മാപ്പ് ക്യാരക്ടറൈസ്ഡ് ബൈ ലാർജ് സ്കെയിൽ ഡീറ്റെയിൽ and quantitative representation of relief, usually using contour lines connecting points of equal elevation, but historically using a variety of methods.
Traditional definitions require a topographical map to show both natural and artificial features. Artificial features എന്ന് പറഞ്ഞാൽ man-made feature, natural and cultural features. Cultural എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിത സംഭവം. മനുഷ്യനിർമ്മിതം എന്ന് പറയുമ്പോൾ റോഡ്, റെയിൽ നെറ്റ്വർക്ക്, മറ്റേ ഡാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിലുണ്ടാവും. അപ്പൊ മാക്സിമം ഒരു ടോപ്പോ ഷീറ്റിൽ നമ്മൾ കണ്ടിട്ടുള്ളവരാണ്, ഒരു ടോപ്പോ ഷീറ്റിൽ ചിലപ്പോൾ ഒരു ജില്ലയുടെ കുറെ ഭാഗങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ രണ്ട് ജില്ലകളുടെ ഭാഗങ്ങൾ, ഒരു ജില്ലയുടെ മൊത്തമായിട്ടുള്ള ഭാഗങ്ങൾ ഉണ്ടാവില്ല. A topographical survey is typically based upon systematic observation and published as a map series made up of 2 or more map sheets that combine to form the whole map. A topographical map series uses a common specification that indicates the range of cartographic symbols employed, as well as standard geodetic framework that defines the map projection, coordinate system, ellipsoid, and geodetic data. Official topography will also adapt a national grid referencing system. ഞാൻ പറഞ്ഞു ഇതിന്റെ ഗ്രിഡ് ഉണ്ട്, ഇതിന്റെ ടൈറ്റിൽ ഉണ്ട്, ഇതിന്റെ സിംബൽസ് ഉണ്ട്. അപ്പം ഈ സ്റ്റാറ്റിസ്റ്റിക്സിൽ കന്നഡയോ ജികോമിലെയും സ്റ്റുഡൻസ് ഒന്ന് ക്ഷണിക്കുക, നിങ്ങൾ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. ഇത് കാണാൻ ബാക്കിയുള്ള എല്ലാവരും ഇത് കണ്ടിട്ടുണ്ട്. ഫൈൻ. അപ്പം ഈ മാപ്പിന്റെ പല പ്രത്യേകതകളും ഞാൻ ക്ലാസ്സിൽ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിൽ ഇത് പബ്ലിഷ് ചെയ്യുന്നത് SOI, സർവേ ഓഫ് ഇന്ത്യ, ലൊക്കേറ്റഡ് ഇൻ ഡെറാഡൂൺ. എപ്പോഴും PSCക്കും മറ്റും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. ദെൻ അടുത്തതെന്ന് പറയുന്നത് ഇതൊരു ടോപ്പോഗ്രഫിക്കൽ മാപ്പിന്റെ ഒരു എന്താ പറയാ ഒരു പിക്ചർ. ഫൈൻ. പിന്നെ ഈ ടോപ്പോഗ്രഫിക്കൽ മാപ്പ് ഞാൻ കഴിഞ്ഞ, അതായത് ഒന്നാമത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു കോണ്ടൂർ ലൈൻ എന്ന് പറഞ്ഞൊരു സാധനത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇൻ കാർട്ടോഗ്രഫി എ കോണ്ടൂർ ലൈൻ joins points of equal elevation above a given level, such as mean sea level. A contour map is a map illustrated with contour lines. For example, a topographical map which does always valleys and hills, the steepness or gentleness of a slope. The contour interval of a contour map is the difference in elevation between successive contour lines. അപ്പൊ ഈ കോണ്ടൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഈക്വൽ, അതായത് കോണ്ടൂർ ഇറ്റ്സ് എ ടോപ്പോഗ്രഫിക്കൽ മെത്തേഡ് ടു റെപ്രസെന്റ് ദി ഹൈറ്റ് ഓർ എലിവേഷൻ ഓഫ് ആൻ ഏരിയ. സോ ഒരു സ്ഥലത്ത്, അതായത് രണ്ട് സ്ഥലങ്ങൾ ഒരേ ഹൈറ്റിൽ കൂടെ കടന്നു പോകുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന ലൈൻ. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ഇല്ലുസ്ട്രേഷൻ കേട്ടോ. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു കോണ്ടൂർ ലൈൻസ് നമ്മൾ ടോപ്പോഗ്രഫിക്കൽ മാപ്പിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം ഇതാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇത് എല്ലാം ഒന്ന് നോക്കുക. നോക്കിയ ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് അതിനൊക്കെ we will try to answer the questions. Right? നമുക്ക് ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ഇതിൽ ചോദിക്കാവുന്നതാണ്. ഒരെണ്ണം കൂടെ ഉണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഒരു മാപ്പ്, ഒരു വീഡിയോ കൂടെ ഉണ്ട്. അതെന്ന് വെച്ചാൽ ഡിജിറ്റൽ മാപ്പ്, തിമാറ്റിക് മാപ്പ്. അത് ഇതിനെക്കാട്ടിലെല്ലാം കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാനത് വൈകാതെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അത് അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു വീഡിയോ കൂടെ ഉണ്ട്. ഫൈൻ. പിന്നെ ഒരു വീഡിയോ, ഒരു നാലാമത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ ടോപ്പോഗ്രഫിക്കൽ മാപ്സിൽ ഐസോപ്ലത്ത് മാപ്പ് എന്ന് പറഞ്ഞൊരു ഒരു മാപ്പ്, ഒരു സീരീസ് കൂടി ഉണ്ട്. സോറി, ഐസോപ്ലത്ത് മാപ്പ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ട്. Isoploth maps simplify information about a region by showing areas with continuous distribution. Isoploth map may use lines to show areas where elevation, temperature, rainfall, or some other quality is the same. Values between lines can be interpolated. അപ്പം ഇതാണ് ഒരു ഐസോപ്ലത്ത് മാപ്പിന്റെ ഒരു എക്സാമ്പിൾ. നമ്മൾ അതായത് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് ഐസോതേം, ഐസോബാർസ്. ഐസോതേം is a line connecting the places having equal temperature. Isobars are the lines connecting the places having equal pressure. അങ്ങനെയുള്ള മാപ്സ് ഒരു സ്ഥലത്തെ റെയിൻഫാൾ കാണിക്കുന്നത്, സെയിം റെയിൻഫാൾ ഉള്ള സ്ഥലങ്ങൾ ഇങ്ങനെ ലൈൻസ് വഴി കാണിക്കും. ഈ കോണ്ടൂർ എന്ന മെത്തേഡ് തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ടെമ്പറേച്ചർ കാണിക്കാം, റെയിൻഫാൾ കാണിക്കാം, അങ്ങനെയുള്ള സംഭവങ്ങൾ. ഐസോ എന്ന് പറഞ്ഞാൽ ഈക്വൽ. ഫൈൻ. ഇതെല്ലാം ഗ്രീക്ക് വേർഡ്സ് ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡൗട്ട് വരുന്നത് കേട്ടോ.
അപ്പം ഇനി ഞാൻ പറഞ്ഞു 2 വീഡിയോ കൂടെ ചെയ്യും. അപ്പൊ അതിൽ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിമാറ്റിക് മാപ്പ് ആൻഡ് ഡിജിറ്റൽ മാപ്പ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വീഡിയോ ആണ്. അപ്പം അതുകൂടെ 2 വീഡിയോസ്. പിന്നെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ ഐസോപ്ലക്സ് മാപ്പ് എന്ന് പറഞ്ഞാൽ അത് ഡിഫറെന്റ് ലൈൻസ് ഉണ്ട്. ഇപ്പൊ ഐസോതേം, ഐസോബാർസ്, ഐസോഹെലൈൻ, അങ്ങനെ കുറച്ച് വേർഡ്സ് ഉണ്ട്. ഇപ്പൊ ഈ പരീക്ഷകൾക്ക് മാത്രമല്ല, PSC പരീക്ഷകൾക്ക് വളരെ യൂസ് ആയിട്ടുള്ള, എപ്പോഴും ചോദിക്കുന്ന കുറെ ചോദ്യങ്ങൾ വരുന്ന ഒരു സംഭവമാണ്. അപ്പൊ അങ്ങനെ 2 വീഡിയോയും കൂടെ ചെയ്യുന്നതായിരിക്കും. ക്ലാസ്സുകൾക്കായിട്ട് കൂടുതൽ ഈ വീഡിയോസ് കാണുക. ഇതിന്റെ നിങ്ങളുടെ റെസ്പോൺസ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതെല്ലാം ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക്സ് എ ലോട്ട്.